കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായുഗമായി 22/3/2026 എന്ന തീയതിയിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞുപോയ ദിനങ്ങളൊക്കെയും കർത്താവ് നമ്മളെ നടത്തി. വിശേഷാൽ യുദ്ധത്തിൻ്റെ കെടുതികൾ വിവിധ നിലയിൽ നമ്മളും അതിൻ്റെ കഷ്ടതകൾ പേറിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളൊക്കെ അടച്ചു. അനേക തൊഴിലാളികൾ തൊഴിലില്ലാത്തവരായി മാറി. യുദ്ധത്തിൻ്റെ കെടുതിയിൽ അനേകർ മരിച്ചു വീഴുന്നു, അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു, അനേകർ മരിക്കാനിരിക്കുന്നു. ഈ നിലയിലൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ അത് സാരമായി ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാചകവാത, പെട്രോള് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുവെങ്കിലും അതിവിദൂര ഭാവിയിൽ അതിനെല്ലാം ഒരുപക്ഷെ ഗുരുതരമായ പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാക്ഷയം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും പത്യവചനം പത്യോപദേശം അനുസരിച്ച് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമ്മളെ ബാധിക്കാൻ ഇടവരരുത്. ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മുടെ പ്രത്യാശ കർത്താവിലായിരിക്കണം. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം, നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യം, നമ്മുടെ ലക്ഷ്യം ആത്മീയ അനുഗ്രഹങ്ങൾ. ആ നിലയിൽ ചിന്തിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല. ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ, ഉയരത്തുള്ളത് തന്നെ അന്വേഷിപ്പിൻ, കർത്താവിൻ്റെ വചനം. അപ്പോൾ ഉയരത്തുള്ളത് അന്വേഷിച്ച് ഉയരത്തുള്ളത് ചിന്തിച്ചു പോകുന്നവർക്ക് ഈ ഭൂമിയിലെ വിഷയങ്ങൾ സാരമായി ബാധിക്കാൻ സാധ്യതയില്ല. ഉയരത്തുള്ളത് ചിന്തിക്കാതെ, ഉയരത്തുള്ളത് അന്വേഷിക്കാതെ ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ഈ ലോകത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവർ വലിയ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാനിടയാക്കി. അത് നാം നന്നായി ഓർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വന്നാലും നമുക്ക് ശരണപ്പെടാൻ കർത്താവിൻ്റെ സന്നിധി ഉണ്ട്. കഷ്ടത വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, ഞെരുക്കം വന്നാലും, അപകടങ്ങൾ വന്നാലും, അനർത്ഥങ്ങൾ വന്നാലും, പോരാട്ടം വന്നാലും, വെല്ലുവിളികൾ വന്നാലും ദൈവപാദപീഠത്തിൽ വീഴുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്കില്ല. അങ്ങനെ വീഴുന്നൊരു ഭക്തന് സന്തോഷവും സമാധാനവും പ്രത്യാശയൊക്കെ കൊണ്ട് ദൈവം നിറയ്ക്കും. നമ്മൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആകണം. അതിനുവേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യുദ്ധം അതിൻ്റെ ക്ലൈമാക്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേക ആയിരങ്ങൾ മരിച്ചു വീണു, അനേകർ മുറിവേറ്റവരായി കിടക്കുന്നു. ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നത് അരുവനാഥൻ്റെ വരവടുത്തു പോയി. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്ക മാത്രമല്ല, അത് അതിൻ്റെ കഷ്ടത, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഇവയെല്ലാറ്റിലും ഒഴിഞ്ഞിരിപ്പാനും മനുഷ്യപുത്രൻ്റെ മുമ്പാകെ നിൽക്കാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. മത്തായി 7-13 മുതൽ 29 വരെയുള്ള വാക്യത്തിലെ കർത്താവ് പറഞ്ഞ അതിപ്രധാനമായ ചില വിഷയങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്, കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച്. നമുക്കറിയാം, മത്തായി 5, 6, 7 അധ്യായങ്ങൾ സുപ്രസിദ്ധമായ ഗിരിപ്രഭാഷണം എന്ന നിലയിൽ അറിയപ്പെടുന്നു. ലോകത്തിൽ ഇതുപോലൊരു പ്രഭാഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല.
സ്വത്രം. അത്ര ഗാംഭീര്യമായ അതിപ്രധാനമായ ശ്രേഷ്ഠമായ ഏറ്റവും വിലപിടിപ്പുള്ള ആത്മീക സന്ദേശങ്ങളാണ് ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണം. ഹല്ലേലൂയ. അത് എത്ര പേർ വായിക്കുന്നു, പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സെർമൺ ഓൺ ദ മൗണ്ട്, മലമേൽ പ്രസംഗം. സെർമോൺ ഓൺ ദ മൗണ്ട്, മലമേൽ പ്രസംഗം, ഗിരിപ്രഭാഷണം. ഈ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഉദ്ധരിക്കാത്ത ഓരോ പ്രാസംഗികന്മാരും ലോകത്തിലില്ലെന്ന് ഈ കഴിഞ്ഞ നാളുകളിൽ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ശരിയാ. ഒരു പൊളിറ്റിക് ലീഡർ ആയിക്കൊള്ളട്ടെ, ഒരു മതപ്രഭാഷകനായിക്കൊള്ളട്ടെ, ഏത് റിലിജനിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഈ ഗിരിപ്രഭാഷണത്തിലെ ഒരു വാക്യമെങ്കിലും അല്ലെങ്കിൽ ഒരു വേർഡെങ്കിലും ഉച്ചരിക്കാത്ത പ്രാസംഗികന്മാരില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത്ര അർത്ഥസമ്പുഷ്ടവും മാനവജാതിയെ സ്പർശിക്കുന്നതുമായ ആഴമേറിയ കർത്താവിൻ്റെ പ്രബോധനങ്ങളാണ് ഗിരിപ്രഭാഷണം. അത് നമ്മൾ ആരും അത് വേണ്ട രീതിയിൽ പഠിച്ചിട്ടുണ്ടോ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, സംശയമാണ്. ഇത് വായിച്ച് പഠിച്ച് ഗ്രഹിച്ചവർ വളരെ കുറവാണ്. ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രത്യേകത ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതികളെ കർത്താവ് പൊളിച്ചെഴുതി ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം സ്ഥാപിക്കുന്നതാണ് ഈ ഗിരിപ്രഭാഷണം. സസൂക്ഷ്മം പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. മനോരമ വായിക്കുന്ന പോലെ, മംഗളം വായിക്കുന്ന പോലെ ഈ ഗിരിപ്രഭാഷണം വായിച്ചാലൊന്നും മനസ്സിലാകത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പൂർവന്മാരോട് അരുളിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഏതരുളപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്? മോശെയ്ക്ക് ലോയെ കുറിച്ചാണ് പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. മൂടാന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ചിന്തിച്ച്, ഈ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയും പുതിയ നിയമ പ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയും തമ്മിലുള്ള അന്തരം എത്രയാണെന്ന് ചിന്തിച്ചേ. അവിടെ കൊലപാതകനാണ് ന്യായപ്രമാണത്തിൽ യഥാർത്ഥ കൊലപാതകനായി തീരുന്നത്. ഇവിടെ സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകനായി മാറി. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാതെ പലരും അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ല. സഭകളിൽ ഇത് പഠിപ്പിക്കുന്നില്ല. സങ്കീർത്തനം വിട്ടിട്ടൊരു പഠനം ഇല്ലല്ലോ സഭയിൽ. കോശല പ്രമാണവും കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ ഇതൊക്കെ പറഞ്ഞ് ജനത്തെ നാശത്തിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോവുക. തന്നിമിത്തം ദൈവസ്നേഹവും ദൈവകൃപയും ആഴമേറിയ ആത്മീയ അനുഭവങ്ങളും വിശ്വാസികളിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് സസൂക്ഷ്മം വായിച്ച് പഠിച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി കർത്താവ് മാറ്റിയൊരു പുതിയ പ്രമാണം നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. കള്ളസത്യം ചെയ്യരുതെന്ന്, ചെയ്തത് കർത്താവിന് നിവർത്തിക്കണം, സത്യം ചെയ്തത് കർത്താവ് നിവർത്തിക്കണം എന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങൾ പറയുന്നു, അശേഷം സത്യം ചെയ്യരുത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പഴിക്കുക എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പി. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി അപ്പാടെ തിരുത്തി ഒരു പുതിയ പ്രമാണം, എ ന്യൂ കവനൻറ്റ്, കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിലൂടെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. നമുക്കത് പഠിക്കാൻ നേരമില്ല,
നമുക്കതിന് സമയവുമില്ല, നമുക്കതിന് മനസ്സുമില്ല. പിന്നെ ഇന്നെന്ത് പാസ്റ്റർമാർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പോകുക. ഈ ഗിരിപ്രഭാഷണം ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. പക്ഷെ പോൾ ഗോപാലകൃഷ്ണനെ ഞാൻ ഓർക്കുന്നു, അദ്ദേഹം ഈ ഗിരിപ്രഭാഷണം നിന്ന് ആദ്യമായി പ്രസംഗിച്ച സമയത്ത് ഞാൻ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം പ്രസംഗിച്ച പോലെ ഞാൻ മറ്റാരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. കർത്താവിൻ്റെ വചനങ്ങൾ ധാരാളമായി എപ്പോഴും ഇടതടവില്ലാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. ആ പഴയ നിയമത്തിനെതിരല്ല. എന്നാൽ പുതിയ നിയമം തന്നെ നമ്മൾ പ്രസംഗിക്കണം. പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ അനുസരിക്കണം. അത് നിർബന്ധം. പഴയ നിയമം പ്രസംഗിക്കുകയും പഴയ നിയമം അനുസരിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ 2000 വർഷങ്ങൾക്ക് മുമ്പോ ജീവിച്ചിരുന്നവരായിരിക്കണം എന്നതുകൂടി നമ്മൾ ഓർത്താൽ നന്ന. അപ്പോൾ മോശൈക് ലോയെ, മോശയുടെ വ്യവസ്ഥിതിയെ, പ്രമാണത്തെ അപ്പാടെ മാറ്റി ഒരു പുതിയ പ്രമാണം യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുകയാണ്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ യഹൂദന്മാരാണല്ലോ. ലൂക്കോസ് യവനേനാണെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഈ ശിഷ്യഗണങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കേട്ടപ്പോൾ അവർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം അവർ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്നവരല്ലേ. ഇവർ ശത്രുക്കളെ സ്നേഹിക്കുന്നുള്ള പ്രമാണം ആർക്കാ ഉള്ളത്? ഇസ്ലാം വിശ്വാസത്തിൽ നിന്ന് അനേകർ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്ന ചരിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വിശേഷിച്ച് ഇറാനിൽ 10 ലക്ഷത്തോളം ക്രിസ്ത്യാനികളുണ്ടെന്നാണ് പറയുന്നത്. അവരിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടത്, ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നൊരു വ്യവസ്ഥിതി കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റാരും പറയുന്നില്ല. ആൾ ദൈവങ്ങളും മറ്റുള്ള അവതാരങ്ങളൊക്കെ ശത്രുവിനെ, ദുഷ്ടനെ നിഗ്രഹിക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രമാണമാണ്. അത് ക്രിസ്തുവിൻ്റെ പ്രമാണമാണ്. ശത്രുക്കളെ സ്നേഹിക്കുക മറ്റാർക്കും അതിന് കഴിയത്തില്ല. അവരോട്ട് പറഞ്ഞിട്ടുമില്ല, അവരോട്ട് ചെയ്തിട്ടുമില്ല. എന്നാൽ ഈ പ്രമാണം ഏറ്റുവാങ്ങിയ നാം ഇന്ന് സ്വവർഗത്തെ തന്നെ പകയ്ക്കുകയും വിദ്വേഷിക്കുകയും അവർക്കെതിരെ ഉപദ്രവങ്ങൾ ചെയ്യുകയും കേസിന് പോവുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ വേദനയുണ്ട്. അതെന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഈ ഗിരിപ്രഭാഷണത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീക സത്യങ്ങൾ നമുക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ പത്രം വായിക്കുന്ന പോലെ വായിച്ചു വിടുക. എന്താണ് വായിക്കുന്നതെന്ന്, എന്താണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. യെരുശലേമിൽ ആരാധിപ്പാൻ വന്ന ഷണ്ണൻ തേരിലിരുന്നു കൊണ്ട് യെശയ്യാപ്രവചനത്തിൻ്റെ ഒരു ഭാഗം വായിക്കുക. കഷ്ടമനുഭവിക്കുന്ന പ്രവാചകൻ ഒരു പിടിയും കിട്ടുന്നില്ല, വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ചേർന്ന് നടന്നു. ഈ ഫിലിപ്പോസ് ഷണ്ണം വായിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിലെഴുതിയിരിക്കുന്ന പ്രവാചകൻ ആരാണ്? എന്താണ് നീ വായിക്കുന്നത്? അവൻ പറഞ്ഞ എന്താ? ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പിന്നെ എന്തിനാ വായിക്കുന്നത്? പൊരുൾ അറിയില്ലെങ്കിൽ വായിക്കുന്നത് നല്ലതാ. എനിവേ, ആത്മനിയോഗത്താൽ ഫിലിപ്പോസ് അതിൻ്റെ പൊരുളുകൾ തിരിച്ചു കൊടുക്കുന്നു. ഷണ്ണൻ മാനസാന്തരപ്പെടുന്നു. അവൻ സ്നാനത്തിലേക്ക് നടത്തപ്പെടുന്നു. അവൻ സന്തോഷത്തോടെ കടന്നു പോകുന്നു. ഭൂമിയിലെ കറുത്ത ഇരുണ്ട ദേശമെന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ ദീപശിഖയുമായി ഈ ഷണ്ണൻ പോയി എന്നൊക്കെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. തലച്ചോട്ടി പൊട്ടിച്ച് അതിൻ്റെ തലച്ചോറ് പൊരിച്ച് തിന്നുകൊണ്ടിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കറുത്തവർഗക്കാരുടെ ഇടയിൽ ആത്മീക നവോത്ഥാനം, ആത്മീക വിപ്ലവം സൃഷ്ടിച്ചത് ഷണ്ണനാണെന്ന് ചരിത്രരേഖകളിൽ നിന്ന് പലരും പറയുന്നു, എടുത്തു പറയുന്നു.
കാരണം ഷണ്ണനൊരു മാനസാന്തരം വ്യക്തമായിട്ടുണ്ടായി. കഷ്ടമനുഭവിക്കുന്ന പ്രവാചകനെ കുറിച്ച് വായിച്ചിട്ട് അതാരാണെന്ന് ഗ്രഹിക്കാതെ വട്ടം കറങ്ങിയ ഷണ്ണന് ഉപദേശി അത് യേശുക്രിസ്തുവാണെന്നും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും സുവിശേഷവും ഭംഗിയായിട്ട് ഈ ഫിലിപ്പോസ് ഉപദേശി പ്രസംഗിച്ചപ്പോൾ എന്ത് പറ്റി? അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹത്തിന് ദൈവകൽപ്പന അനുസരിക്കുവാനും കർത്താവിൻ്റെ ഭാഗത്ത് വരാനും കർത്താവിനെ സേവിക്കാനും അത് മുഖാന്തരമായി ഭവിച്ചു എന്ന് സത്യവേദപുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കാതെ പലരും വായിച്ചുകൊണ്ടിരിക്കുക. എന്തായി എഴുതി വച്ചിരിക്കുന്നത്, എന്താ ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് ഏത് ഭാഗമാണ് ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഇവിടെ മത്തായി 7-ാം അധ്യായത്തിൽ 2 വാതിൽ അല്ലെങ്കിൽ 2 വഴി 13-14 വാക്യങ്ങളിൽ, അങ്ങനെ 15 മുതലുള്ള വാക്യങ്ങളിൽ 2 വൃക്ഷങ്ങൾ, അത് കഴിഞ്ഞ് അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ 2 മനുഷ്യർ, ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യനും. ഇത് കർത്താവ് പറഞ്ഞതിൻ്റെ ഈ ആത്മീയ അർത്ഥം മനസ്സിലാക്കിയവരുണ്ടോ? കുറവാ. എന്തിനാ കർത്താവ് ഇത് പറഞ്ഞത്? കർത്താവ് ഇത് പറഞ്ഞതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ മർമ്മങ്ങൾ, മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. 2 വാതിൽ, 2 വഴികൾ വളരെ മനോഹരമായ നിലയിൽ മത്തായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 13-ാം വാക്യം, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകും. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെയാണ് കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഇടുക്കുവാതിലാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. എന്താണ് ഇടുക്കുവാതിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളുമാണ് അതർത്ഥമാക്കുന്നത്. പ്രവൃത്തി പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി, ഒരു നിയന്ത്രണമുണ്ട് എല്ലാത്തിനും. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ നിയന്ത്രണം, ഭക്ഷിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ശക്തമായ നിയന്ത്രണങ്ങൾ. ഹല്ലേലൂയ. ലോകമനുഷ്യർ പോകുന്ന പോലെ, ലോകമനുഷ്യർ ജീവിക്കുന്ന പോലെ ഒന്നും ജീവിക്കാൻ ദൈവമക്കൾക്ക് വ്യവസ്ഥയില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ദൈവമക്കളുടെ സാക്ഷ്യം പലതും ഞാൻ കേട്ടത്, അവർ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ എന്ത് പറ്റി? അവർക്ക് വീട് നഷ്ടമായി, സ്വന്തക്കാർ നഷ്ടമായി, അവരുടെ വാഹനങ്ങൾ തകർത്ത് കളഞ്ഞു, അവരുടെ സ്വത്തെല്ലാം നശിപ്പിച്ചു, അവരുടെ ഉപജീവന മാർഗം നശിപ്പിച്ചു കളഞ്ഞു. അവരെല്ലാവരും കഷ്ടത്തിലും നഷ്ടത്തിലുമായി. അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തന്നെ ഇടയായിത്തീർന്നു. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ സാക്ഷ്യം മറ്റൊന്നാ. കർത്താവിനെ കണ്ടെത്തി അന്നു മുതൽ അനുഗ്രഹം, 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 അനുഗ്രഹം. ഇതെവിടെ നിന്ന് വന്നു? ഇത് മറ്റൊരു സുവിശേഷമാണ്.
ഇതിൻ്റെ പിന്നിൽ മറ്റൊരാത്മാവാ. ഇവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാ. രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കഷ്ടതകൾ മാറി, നിന്റെ ദുരിതങ്ങൾ മാറി, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറി, നിന്റെ ഞെരുക്കങ്ങൾ മാറി, നിന്റെ എല്ലാവിധ പ്രതിസന്ധികളും മാറി, വളരെ മനോഹരമായൊരു ജീവിതം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്ന ഫേക്കായിട്ടുള്ള പ്രസംഗങ്ങൾ, അത് ഇടുക്കുവാതിലിനെ ഇടുങ്ങിയ വഴിക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ പഠിപ്പിക്കലെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാണ്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാനൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്ന ഒരു മാതൃക തന്നിരിക്കുന്നു നമുക്ക്. കർത്താവ് ഒരു മാതൃക തന്നു. എന്താ മാതൃക? കഷ്ടമനുഭവിക്കുന്ന മാതൃക, ഇടുക്കുവാതിലൂടെ പോകുന്നൊരു മാതൃക. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. കഷ്ടതയിലൂടെ അനുസരണം പഠിച്ച് തികയാൻ വെച്ചിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഇടുക്കുവാതിൽ, അതാണ് ഞെരുക്കമുള്ള വാതിൽ. അത് വേണ്ടെങ്കിലോ, കഷ്ടതയില്ലെങ്കിലോ കിരീടമില്ല. കഷ്ടതയില്ലെങ്കിലോ അനുസരണം പഠിച്ച് തികയാൻ പറ്റത്തില്ല. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായെങ്കിൽ നമുക്കും കഷ്ടതയിലൂടെ അനുസരണം പഠിച്ച് തികഞ്ഞു വരണം. അപ്പോൾ ഇടുക്കുവാതിലൂടെ പോകണം, ഞെരുക്കത്തിലൂടെ പോകണം. അവിടെ സമൃദ്ധിയുടെ വാതിലാണ് ഇവിടെ പ്രോസ്പെക്റ്റിക്കാർ പ്രസംഗിച്ചു വയ്ക്കുന്നത്. ഈ കർത്താവിനെ കണ്ടെത്തിയാൽ അന്ന് മുതൽ നിന്റെ ജീവിതം മാറ്റിമറിക്കപ്പെടും. പഴയ നിയമത്തിലെ വാക്യങ്ങൾ വരെ ഉദ്ധരിക്കപ്പെടും. നിന്റെ കൊട്ടയും തൊട്ടിയും പട്ടിയും പൂച്ചയും എല്ലാം അനുഗ്രഹിക്കപ്പെടും. പലരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അന്തർക്രിസ്തുവാരുടെ വീട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. 4ഉം 5ഉം പട്ടിയുള്ള വീടുകളുണ്ടെന്നാണ് പറയുന്നത്. അതൊരു അനുഗ്രഹമല്ലേ? അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സംഭവം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി, മുള്ളുകൾ നിറഞ്ഞത്, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞത്, ഭാരങ്ങൾ നിറഞ്ഞത്, പ്രയാസങ്ങൾ നിറഞ്ഞത്. ഈ ലോക ജീവിതം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെയും നിറഞ്ഞതാണ് ഈ ലോകത്തിലെ ക്രിസ്ത്യ ജീവിതം. നമുക്കുള്ള അനുഗ്രഹം, നമുക്കുള്ള വിടുതൽ, നമുക്കുള്ള റിലീസ് നിത്യതയിലാണ് എന്ന് ദൈവമക്കൾ ഓർത്തോണം. ഇവിടെ നമുക്ക് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. കർത്താവ് കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ആ കഷ്ടതയാകുന്ന വഴി ഇടുക്കമുള്ള വാതിലാണ്, ഞെരുക്കമുള്ള വഴിയാണ്. അത് നമ്മെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ പര്യാപ്തമാണ് ആ വഴി. സമൃദ്ധിയുടെ വഴികൾ ദൈവത്തെ മറന്നു പോകുന്നവരാണ്. കേരളക്കരയിലെ ഏക ശുശ്രൂഷകന്മാരെ ഞാനെടുത്ത് പഠിച്ചു നോക്കിയിട്ടുണ്ട്. അവരുടെ പ്രാരംഭ ജീവിതമൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള താറാവിൻ്റെ പുറകെ നടന്ന ഒരു മാന്യദേഹം, അതുപോലെ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ പോയ അനേക പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാർ, സമൃദ്ധിയുടെ പടവുകളിലേക്ക് അവർ കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? വിശാലമായ വഴിയിലേക്ക് അവർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ആത്മീയതയ്ക്ക് മൂല്യച്യുതി സംഭവിച്ചു. അവരുടെ പ്രാർത്ഥനാ ജീവിതം പോയി, അവരുടെ വചനധ്യാനം പോയി, അവരുടെ വിശുദ്ധിയും വേർപാടും പോയി, അവരുടെ ആത്മീയ അനുഭവങ്ങൾക്ക് കോട്ടം സംഭവിച്ചു. അവരറിയാതെ അവർ വിശാലമായ വഴിയിലേക്ക് വന്നു. അങ്ങനെ നാശത്തിലേക്ക്, നിവദിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിലെ ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം, അതിലെ പൗലോസ് പഠിപ്പിക്കുന്ന ആ പഠനം ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. 4 വാക്യങ്ങൾ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്
ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. അപ്പം നമ്മൾ കഷ്ടം സഹിക്കുന്ന എന്തിനാ? മറ്റു കഷ്ടത്തിലുള്ളവരെ സഹായിക്കാൻ പ്രാപ്തരാകണം, കരുത്തന്മാരാകണം, ശക്തന്മാരാകണം. അങ്ങനെയെങ്കിൽ നമ്മൾ കഷ്ടതയിലൂടെ കടന്നുപോയാൽ മതിയാവും. സമൃദ്ധിയുടെ മടിത്തട്ടിൽ കിടക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ കഷ്ടത്തിലൂടെയാണ് ജീവിച്ചത്. അവരുടെ ജീവിതം കഷ്ടതയുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഇന്നതൊക്കെ മാറ്റിമറിക്കപ്പെട്ടിരിക്കുക. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാര് കഷ്ടതയുടെ തീച്ചുള സമാനമായ ജീവിതത്തിൻ്റെ ഏടുകളിലൂടെ അവിടെ കടന്നുപോയി. ഇന്നത്തെ ശിഷ്യന്മാര് കഷ്ടതയെ ശാസിക്കുന്ന ശിഷ്യന്മാരായി മാറി. ഹേ കഷ്ടതേ, യേശുവിൻ്റെ നാമത്തിൽ നീ മാറിപ്പോ. കഷ്ടത മാറിപ്പോയി, സമൃദ്ധി വന്നു, അവരടിപടലം തകർന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇടുക്കമുള്ള വാതിൽ, ഇടുക്കമുള്ള വഴി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭാരങ്ങളും ഞെരുക്കങ്ങളുമാണ്. കർത്താവ് പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ക്രൂശ് എന്തിനെ കാണിക്കുന്നു? കഷ്ടതയെ കാണിക്കുന്നു. ക്രൂശ് എന്തിനെ കാണിക്കുന്നു? ബുദ്ധിമുട്ടുകളെയും ഞെരുക്കങ്ങളെയും കാണിക്കുന്നു. ഇന്നാർക്കും ക്രൂശ് വേണ്ട. ക്രൂശില്ലെങ്കിൽ ജയജീവിതമില്ല. ക്രൂശില്ലെങ്കിൽ നമുക്ക് ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം വളരെ പ്രസിദ്ധമായ ഒരു അധ്യായമാണ്. ബഹു സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. അപ്പോൾ കഷ്ടതയുടെ ഒരു വലിയ പട്ടിക കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായത് ഇവിടെ നമുക്ക് ഈ ഭാഗത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഈ കഷ്ടതകളൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ ക്രിസ്തീയ പ്രത്യാശയെ തളർത്തിയില്ലെന്നുള്ളതാണ് കാരണം. റോമാലേഖനം പഠിക്കുമ്പോൾ കഷ്ടത സഹിഷ്ണുതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നൊരു കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന നിലയിൽ അവരുടെ ജീവിതം മാറ്റപ്പെട്ടു. ഇന്ന് നേരെ അത് തിരിഞ്ഞുപോയി. കഷ്ടത വരുമ്പോൾ ശാപമായി. പിന്നെ അത് മുറിക്കാനായിട്ട് കത്തിയും ആ കുന്തവും കുളവറിയും എല്ലാം വേണം. ഹല്ലേലൂയ. അത് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുകയാണ് ഇന്ന്. ആത്മീക പ്രസ്ഥാനങ്ങൾ, ആത്മീക കൂട്ടായ്മകൾ, ആത്മീയ കൂടിവരവുകൾ. കർത്താവ് എന്തു പറഞ്ഞു? അതിന് നേരെ എഗണിസ്റ്റായി നിൽക്കുക. എന്താ അങ്ങനെ പറയാൻ കാര്യം? തുളഞ്ഞു വന്ന ചില കള്ള സഹോദരന്മാരെ വിതച്ച ദുരുപദേശത്തിൻ്റെ വിത്തുകൾ വളർന്ന് പന്തലിച്ച് അനേകർ അതിൽ അടിപ്പെട്ടുപോയി. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ യൂദര ലേഖനത്തിൽ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ, ആത്മീയ ഗോളത്തിൽ ഭക്തന്മാരുടെ ഇടയിൽ നുഴഞ്ഞു വന്ന് ദുരുപദേശത്തിൻ്റെ വിത്ത് വിതച്ചു പോയവർ, തന്നിമിത്തം പ്രസ്ഥാനങ്ങൾ, കൂട്ടായ്മകൾ ദുരുപദേശത്തിൻ്റെ അടിമനുഖത്തിലേക്ക് പോയി.
കർത്താവും ശിഷ്യന്മാരും കഷ്ടത അനുഭവിച്ചു. ഇന്നത്തെ ശിഷ്യന്മാർക്ക് കഷ്ടത അനുഭവിക്കാൻ മനസ്സില്ല. അവർ സമൃദ്ധിയുടെ പുറകിൽ പോവുകയാണ്. സമൃദ്ധി അപകടകരമായൊരവസ്ഥയാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കളിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. കണ്ടോ? അപ്പൊ കഷ്ടതയുടെ പാന്താവ് ആർക്കും വേണ്ട. കഷ്ടതയാകുന്ന ക്രിസ്ത്യ ജീവിതം ആർക്കും വേണ്ട. എല്ലായിടത്തും സുഖസമൃദ്ധി. അത് ഫേക്കായിട്ടുള്ളൊരു പഠിപ്പിക്കലാണ്, തെറ്റായ പഠിപ്പിക്കലാണ്. അത് സാത്താൻ്റെ വൈറസ് സഭയിൽ തിരികെ കയറ്റി പഠിപ്പിക്കലാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടന്നു പോകേണ്ടതാണ്, ചെല്ലേണ്ടവരാണ്. കഷ്ടതയിലൂടെ മാത്രമേ നമുക്ക് നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവും ആ വഴിയിലൂടെ പോയി. കർത്താവിൻ്റെ വരുമ്പ ശിഷ്യന്മാരും ആ വഴിയിലൂടെ പോയി. ഇപ്പോൾ കാണുന്ന ശിഷ്യന്മാർക്ക് അത് അലർജിയായി മാറി. അവർ പറയുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, ഇനി നിങ്ങൾ കഷ്ടം അനുഭവിക്കില്ല. അത് ഫേക്കായിട്ടുള്ള പ്രസ്താവനയാണ്. പല പാസ്റ്റർമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടങ്ങളെല്ലാം സഹിച്ചു, ഇനി നമ്മൾ കഷ്ടം സഹിക്കേണ്ട, നമ്മൾ സുഖിച്ച് ജീവിച്ചാൽ മതി. അത് നേരെ നരകത്തിലേക്കാണ് പോകുന്നത്. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ നമുക്കറിയാത്തതുകൊണ്ട് അത് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അത് കണ്ടെത്തണം. ഈ വഴി നമ്മൾ കണ്ടെത്തണം. ഇടുക്കമുള്ള വഴി കണ്ടെത്തി അതിലൂടെ യാത്ര ചെയ്യണം. എന്നാലേ ബെയ്യൂല നേരത്തെ ചെല്ലത്തുള്ളൂ.